സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നു. 102 എന്ന വലിയ മാർജിനിൽ, വലിയ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ UDFനെ അധികാരത്തിലെത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അതേ ജനങ്ങൾ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്, ആരാണ് നമ്മുടെ മുഖ്യമന്ത്രി? എന്തായാലും കോൺഗ്രസിനുള്ളിൽ ചർച്ചകൾ വീണ്ടും കടുക്കുകയാണ്. KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും കടുംപിടുത്തം തുടരുന്നതിനിടയിലാണ് ഇന്നിതാ വിശാല ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുകയാണ്. മുതിർന്ന നേതാക്കളും മുൻ KPCC അധ്യക്ഷന്മാരുമായും ഇന്ന് ഹൈക്കമാൻഡ് കൂടിക്കാഴ്ച നടത്തും. ഘടകകക്ഷികളുടെ നിലപാടുകൾ വീണ്ടും ആരായും. ഇന്ന് വൈകിട്ടോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചോദിക്കുകയാണ് ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളത്. യോഗങ്ങൾ നടക്കുന്നു, ചർച്ചകൾ പുരോഗമിക്കുന്നു, പക്ഷെ ഒരു അന്തിമ തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല. ഇന്നിതാ വീണ്ടും നിർണായക ചർച്ചകൾ നടക്കുകയാണ്. ഇന്നോ നാളെയോ പ്രതീക്ഷിക്കാമോ ആരായിരിക്കും കേരള മുഖ്യമന്ത്രി എന്നുള്ളത്? മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ കോൺഗ്രസിനുള്ളിൽ പ്രതിസന്ധി തുടരുകയാണ്. നേരത്തെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഇനി ഹൈക്കമാൻഡ് തലത്തിൽ ഒരു ചർച്ചയും ഉണ്ടാകില്ലെന്നും മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്നുള്ള പ്രഖ്യാപനം മാത്രമായിരിക്കും എന്നാണ് നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നു പോലും പറഞ്ഞിരുന്നത്. പക്ഷേ അത്തരത്തിൽ ഹൈക്കമാൻഡിന് ഒരു തീരുമാനത്തിലേക്കോ പ്രഖ്യാപനത്തിലേക്കോ എത്താൻ സാധിക്കുന്നില്ല. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു വിശാല കൂടിക്കാഴ്ച. അതായത് കേരളത്തിലെ നിലവിൽ ചുമതല വഹിക്കുന്ന ആളുകൾക്കപ്പുറത്തേക്ക് മുൻ KPCC പ്രസിഡന്റുമാർ, മുതിർന്ന നേതാക്കൾ, നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാർ, ഇവരെല്ലാം ഡൽഹിയിലേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വിശാല യോഗം വിളിച്ച് അതിലൊരു തീരുമാനമെടുക്കാൻ, അതായത് ഹൈക്കമാൻഡ് മാത്രമല്ല കൂട്ടായ ഉത്തരവാദിത്വത്തിലാണ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചത് എന്ന് വരുത്താനാണ് നിലവിൽ ഇത്തരത്തിലൊരു വിശാല യോഗം വിളിച്ചു ചേർത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുതിർന്ന നേതാക്കളും മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നാളെ തന്നെ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം നടത്താനാണ് നിലവിൽ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. കാരണം രൂക്ഷമായ വിമർശനം കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ ഇതിനോടകം തന്നെ UDFനുള്ളിലും ഒപ്പം പൊതുജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നിട്ടുണ്ട് എന്ന കാര്യം ഹൈക്കമാൻഡ് വിലയിരുത്തി. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഇത് 8ാം ദിവസമാണ്. ഈ ദിവസത്തിലും മുഖ്യമന്ത്രി ആരാകുമെന്ന ധാരണയിലെത്താനോ ചർച്ചകൾ പൂർത്തിയാക്കാനോ ഹൈക്കമാൻഡിന് സാധിച്ചിരുന്നില്ല. നിലവിലും ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് KC വേണുഗോപാലിന് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സാധ്യത കൂടുതലുള്ളത്. പക്ഷേ അവകാശവാദം VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചില്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമാക്കില്ല എന്ന് മാത്രമല്ല MLA സ്ഥാനം വരെ രാജിവെക്കും എന്ന കടുത്ത നിലപാട് VD സതീശൻ നേരത്തെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടിയാണ് ഒരു പ്രഖ്യാപനം നടത്താനാകാത്ത രീതിയിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. ഒരു പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിനുള്ളിലും UDFനുള്ളിലും അതൃപ്തിയും പരസ്യ പ്രതികരണങ്ങളും പൊട്ടിത്തെറിക്കും സാധ്യതയുണ്ട് എന്നാണ് ഹൈക്കമാൻഡ് കരുതുന്നത്. ഘടകകക്ഷി നേതാക്കളുമായി ഇതിനോടകം തന്നെയും ഹൈക്കമാൻഡ് നേതൃത്വം ടെലിഫോണിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഒരു അനുനയത്തിലേക്ക്, അതായത് കോൺഗ്രസിന് അവരുടെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാം, അതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണങ്ങൾ നടത്തില്ല എന്നൊരു കാര്യം എന്ന നിലപാട് ഘടകകക്ഷികൾ ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് ചേരുന്ന വിശാല യോഗത്തിൽ, അതായത് മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരും നിലവിലെ വർക്കിംഗ് പ്രസിഡന്റുമാരും മുതിർന്ന നേതാക്കളും ഉൾപ്പെടുന്ന യോഗത്തിൽ ഒരു അന്തിമ തീരുമാനമെടുത്ത് പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത്. ലിജിത്, എന്തായാലും ഇന്നോ നാളെയോ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡൽഹിയിൽ ഈ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ എത്തുകയാണ്. അവിടെ പ്രധാനപ്പെട്ട ചർച്ചകളുണ്ട്. അവരിൽ നിന്നും അഭിപ്രായം ആരായും അതിനുശേഷമായിരിക്കും ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.